ഹലോ എസ്, ഞാൻ ഇന്ന് പനിയായിട്ട് വേണ്ടിയിട്ട് കോളേജിൽ പോവാണ്. ID കാർഡിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പോകുന്നത്. ID കാർഡൊന്നും പെട്ടെന്ന് എൻ്റെ കയ്യിൽ കിട്ടിയാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ചോദിക്കാൻ വേണ്ടി ID കാർഡ് എടുത്ത് എനിക്ക് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാമല്ലോ. ഇവൻ്റെയൊക്കെ അക്ഷരം എഴുതിക്കുന്ന എൻ്റെ കോളേജിന് തന്നെ. കാരണം ഈ നിക്കറിട്ട് പോകുന്ന കൊച്ച് കോളേജിലാണെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല. സോ എനിക്ക് ഇനി തെളിവ് ഉൾപ്പെടെ അവർക്ക് കാണിച്ചു കൊടുക്കണം. സോ അതുകൊണ്ട് മാത്രം ഞാൻ ചത്തു കുത്തി രാവിലെ എണീച്ച് പോകാണ്. അല്ലെങ്കിൽ ഈ അവസരം മുതലെടുത്ത് ഞാൻ കിടന്ന് ഉറങ്ങിയേനെ. എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിക്കുറ്റി ഒരുങ്ങി ഡ്രസ്സ് ഇട്ടാൽ നമുക്ക് എന്നങ്ങ് പോവാം. അപ്പോൾ ഞാൻ ഇനി ഈ ടീഷർട്ടും ഈ സ്കർട്ടും ആണ് ഇടാൻ പോകുന്നത്. ഈ ടീഷർട്ട് മീഷോ ആണ് ഗൈസ്. ഞാൻ മീഡിയം ആണ് ഓർഡർ ചെയ്തത്, പക്ഷെ എനിക്ക് സ്മോൾ ആണെന്ന് തോന്നുന്നു കറക്റ്റ്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഓവർ സൈസ് ആയിട്ട് ഇങ്ങനെ ഗ്ലൂവില കിടക്കുന്ന ഡ്രസ്സൊക്കെ ഇപ്പൊ ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് മാത്രം ഞാൻ ഇന്ന് റിട്ടേൺ അയച്ചില്ല. ഇത് എത്ര വൈകിയും ഞാൻ ലിപ്സ്റ്റിക് ഇടാതെ പോവാറില്ല. സോ ലിപ്സ്റ്റിക് ഇട്ടൊക്കെ ഇറങ്ങി ഞാൻ പിന്നെ കുറച്ച് നടന്നാൽ മാത്രമേ എന്നെ ബസ് സ്റ്റോപ്പിലോട്ട് ഞാൻ എത്തത്തുള്ളൂ എന്ന് പറഞ്ഞ് ഓടി. പക്ഷെ ബസ്സിൽ കയറിയപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ, കണ്ടക്ടറും ഡ്രൈവറും പോലും ഇല്ലായിരുന്നു. അങ്ങനെ 1 hour ട്രാവലിന് ശേഷം ഞാൻ എൻ്റെ സാമ്രാജ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഏറെ വരുമ്പോഴേ വട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടുന്ന് ഓരോ സൈഡിലോട്ട് നോക്കുമ്പോൾ ഓരോ അസൈൻമെൻറ്റുകളൊക്കെയാണ് ഓർമ്മ വരുന്നത്. 10-15 അസൈൻമെൻറ്റുണ്ട് നെക്സ്റ്റ് വീക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് കാമാകാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ തറവാട്ടിലോട്ട് പോകാൻ പോവാണ്. ഇതാണ് എൻ്റെ തറവാട്. എൻ്റെ ജിനിമോൾ എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ എന്നെ നോക്കിയിരിക്കുകയാണ്. തറവാട്ടിലിരുന്ന് നമുക്ക് ക്യാമ്പസിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. റോഡിൽ കൂടെ ആര് പോകുന്നു, അകത്തോട്ട് ആര് വരുന്നു, പുറത്തോട്ട് ആര് പോകുന്നു, ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റും. അറ്റൻഡൻസ് വെച്ച് ബാക്കി എല്ലാ കാര്യവും ഇവിടെ വന്നിട്ട് കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. ക്ലാസ്സിൽ കയറത്തില്ല, പക്ഷെ അസൈൻമെന്റ് ഉൾപ്പെടെ നമ്മൾ കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യും. അതിനുള്ളൊരു യാത്രയാണിത്. അസൈൻമെന്റ് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് 2 സബ്മിറ്റ് ചെയ്യുമ്പോൾ 5 വരും, 5 സബ്മിറ്റ് ചെയ്യുമ്പോൾ 10 തരും. അതിൻ്റെ ഇടയിൽ കൂടി കുറെ പ്രോഗ്രാം വരും. ഇതും അതും എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിലാണ് നമ്മുടെ കഴിവ്. പക്ഷെ ആ കഴിവ് നമുക്കില്ല, കാരണം നമ്മൾ പ്രോഗ്രാമിന് മാത്രമേ കറക്റ്റായിട്ട് പോകാറുള്ളൂ. പിന്നെ നമ്മുടെ ക്യാമ്പസിലൂടെ നടക്കുമ്പോൾ എപ്പോഴും വേണമെങ്കിലും വണ്ടിടിച്ച് ചാവാം. കാരണം നമ്മുടെ ക്യാമ്പസ് ജസ്റ്റ് ലൈക്ക് എ ഹൈവേ. കണ്ടോ, ഒരു ക്ലാസ്സിലായിരുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള അസൈൻമെന്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ തെണ്ടിത്തിരിഞ്ഞ് നടന്ന് നമ്മൾ ചെയ്ത് സെറ്റാക്കാന്ന് വെച്ചു. അങ്ങനെ ഇറങ്ങി ഏകദേശം എല്ലാം ഓക്കെ ആയിട്ട് പിന്നെ അങ്ങനെ അതൊക്കെ ഓഫീസിലൊക്കെ പോയി എല്ലാം സെറ്റ് ചെയ്തിട്ട് 2nd hour നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നേ. ടീച്ചർ വരാനായിട്ട് കുറച്ച് ലേറ്റായി. ബട്ട് എല്ലാവരും സൈലന്റ് ആണ്. എല്ലാവരുടെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ, പക്ഷെ എല്ലാവരും സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഫോൺ കിട്ടിയ ബ്ലോഗാണ് ഫുൾ. അപ്പൊ ഇന്നത്തേക്ക് അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇന്നത്തെ സ്പെഷ്യൽ ജിനിമോളുടെ ഞണ്ട് കഴിച്ചു വീട്ടിലോട്ട് തിരിച്ച് യാത്ര. അപ്പൊ അത്രയുള്ള ഈ സ്റ്റാറ്റ ബൈ ബൈ ഉമ്മ.